ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിലേക്ക് ഇലക്ട്രിക് ബസ്സുകൾ എത്തിക്കുന്ന പ്രധാനമന്ത്രി ഇ-ട്രെയിൻ പദ്ധതി ആവിഷ്കരിച്ച് സർക്കാർ. പദ്ധതിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ നടപടികൾക്കായി കേന്ദ്ര ഉരുക്ക് ഖന വ്യവസായ മന്ത്രി എച്ച്.ഡി. കുമാരസ്വാമി ന്യൂഡൽഹിയിൽ യോഗം ചേർന്നു. 10,900 കോടി ചിലവിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഡൽഹി, ബംഗളൂരു, ഹൈദരാബാദ്, അഹമ്മദാബാദ്, സൂററ്റ് എന്നീ പ്രധാന നഗരങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ പദ്ധതി നടപ്പിലാക്കുന്നത്. 2024 ഏപ്രിൽ മുതൽ 2026 മാർച്ച് വരെയുള്ള 2 വർഷത്തിനുള്ളിൽ ഇന്ത്യയിലുടനീളം 14,028 ഇലക്ട്രിക് ബസ്സുകൾ വിന്യസിക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. പൊതുഗതാഗതം വൈദ്യുതീകരിക്കുന്നതിനുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയാണ് ഇതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ ബംഗളൂരുവിലേക്ക് 4,500, ഹൈദരാബാദിലേക്ക് 2,000, ഡൽഹിയിലേക്ക് 2,800, അഹമ്മദാബാദ് 1,000, സൂറത്തിലേക്ക് 600 എണ്ണം വീതം ഇലക്ട്രിക് ബസ്സുകൾ അനുവദിക്കുമെന്ന് ഖന വ്യവസായ മന്ത്രാലയം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പൊതുഗതാഗത അടിസ്ഥാന സൗകര്യങ്ങൾ നവീകരിക്കുന്നതിനോടൊപ്പം തന്നെ കാർബൺ ഉത്ഭവനം കുറയ്ക്കുന്നതിനും കൂടിയുള്ള കേന്ദ്ര സർക്കാരിന്റെ ശ്രമങ്ങളുടെ ഭാഗമായാണ് PM ഇ-ട്രെയിൻ പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്.